Hi everyone, this is an online lecture series from SNIT Adur. We are going to study the subject electromagnetics with a course code of EE302. My name is Swati Sugadan. I am working as an assistant professor in AAA department of SNIT Adur. We were discussing module 6 of electromagnetics. Till now, we discussed about propagation constant, plane wave propagation in lossy and lossless dielectric medium. So, നമ്മൾ plane wave propagation പറ്റിയാണ് 6th മൊഡ്യൂളിൽ ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ആദ്യം നമ്മൾ ഒരു പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റിൻ്റെ ഒരു ഡെറിവേഷൻ വിച്ച് ഇസ് എ കണ്ടിന്യൂവേഷൻ ഫ്രം മൊഡ്യൂൾ 5 നോക്കി. അത് കഴിഞ്ഞിട്ട് ഡിഫറെൻറ്റ് മീഡിയത്തിൽ വേവിൻ്റെ പ്രൊപ്പഗേഷനും അതിൻ്റെ കറസ്പോണ്ടിങ് പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂസും എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊസീജിയറായിരുന്നു നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. അതിൽ ആദ്യം നമ്മൾ പഠിച്ചു ഒരു ലോസി മീഡിയത്തിൽ എങ്ങനെയായിരിക്കും വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, ലോസി ഡയലക്ട്രിക് മീഡിയം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു ലോസ്ലെസ് ഡയലക്ട്രിക് മീഡിയത്തിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത്. Okay, so if you want to see my previous sessions, you can check on these links. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പ്ലെയിൻ വേവ് പ്രൊപ്പഗേഷൻ ആണ്. പ്ലെയിൻ വേവ് പ്രൊപ്പഗേഷൻ തന്നെയാണ്, അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. സോ നമ്മൾ ലോസിയും ലോസ്ലെസ്സും ഡയലക്ട്രിക്കും ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്ലെയിൻ വേവ് പ്രൊപ്പഗേഷൻ ഇൻ ഗുഡ് കണ്ടക്ടർ മീഡിയം, ഒരു നല്ല കണ്ടക്ടർ മീഡിയത്തിൽ എങ്ങനെയായിരിക്കും, അതുപോലെ ഫ്രീ സ്പേസിൽ പ്ലെയിൻ വേവ് പ്രൊപ്പഗേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. So let's see propagation of plane wave in good conducting medium. Okay, so we know that a perfect conductor or a good conductor is one in which its conductivity is very much greater than omega epsilon, where omega is the angular frequency and epsilon is the permittivity of free space. So equation നിന്ന് നമുക്ക് ഇങ്ങനെയും കൂടെ എഴുതാമല്ലോ, സിഗ്മ ബൈ ഒമേഗ എപ്സിലോൺ. സോ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെയും കൂടെ കൺസിഡർ ചെയ്യാന്നുള്ള കാര്യം നമുക്ക് വഴിയേ പറയാം. ഓക്കെ, സോ നമ്മൾ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റിന്റെ ഇക്വേഷനകത്ത് ആൽഫയുടെയും ബീറ്റയുടെയും, അതായത് അറ്റനുവേഷൻ കോൺസ്റ്റന്റും ഫേസ് കോൺസ്റ്റന്റിന്റെയും ഇക്വേഷൻസ് ഡെറൈവ് ചെയ്തു. ഓൾമോസ്റ്റ് സിമിലർ ഇക്വേഷൻ, ഒരു +1 ഒരു -1 എന്നുള്ള രണ്ട് ടേമിന്റെ മാത്രമേ വ്യത്യാസം ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു അസംഷൻ അല്ല, ഈ ഒരു കാര്യം നമ്മൾ ഈ ആൽഫയുടെയും ബീറ്റയുടെയും ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഓക്കെ, സോ ദിസ് വാസ് അവർ ഇക്വേഷൻ ഫോർ ആൽഫ അല്ലേ. സോ ആൽഫയുടെ ഇക്വേഷൻ ഇതാണ്. സോ നമുക്കറിയാം നമ്മളുടെ ഈ സിഗ്മ ബൈ ഒമേഗ എപ്സിലോൺ എന്ന് പറയുന്ന ടേം എന്ന് പറയുന്നത് 1-നെക്കാട്ടിൽ വെരി മച്ച് ഗ്രേറ്റർ ആണ്. ഓക്കെ, 1-ഉമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് അതൊരു വലിയ ടേമാണ്. സോ അപ്പോൾ ആ ഒരു വലിയ ടേമിൻ്റെ കൂടെ ഒരു 1 ആഡ് ചെയ്യുക അല്ലെങ്കിൽ ഒരു 1 മൈനസ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് നെഗ്ലിജിബിൾ. ഓക്കെ, സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ആൽഫയുടെ ഇക്വേഷനകത്ത് ഈ 1 ആഡ് ചെയ്യുന്നതും 1 സബ്ട്രാക്ട് ചെയ്യുന്നതെന്നുള്ള ടേംസിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ വരും. ഇതിനെ ഓപ്പൺ ചെയ്ത് ഒമേഗയെ ഈ റൂട്ടിൻ്റെ ഉള്ളിലേക്ക് എടുക്കണം. സോ ഒമേഗ വെളിയിലാണ്, റൂട്ടിനുള്ളിൽ വരുമ്പോൾ അത് ഒമേഗ സ്ക്വയർ ആവും. സോ അങ്ങനെ ചെയ്ത് ഇത് ഓപ്പൺ ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പം നമുക്ക് കിട്ടുന്ന ഒരു ഇക്വേഷനാണ് റൂട്ട് ഓഫ് ഒമേഗ മ്യൂ സിഗ്മ ബൈ 2. ഓക്കെ, സോ നമുക്കറിയാം ഒമേഗ ആംഗുലർ ഫ്രീക്വൻസിയാണ്. അതിനെ ലീനിയർ ഫ്രീക്വൻസി ആയിട്ട് റിലേറ്റ് ചെയ്യുന്നത് ഒമേഗ ഈക്വൽ ടു 2πf എന്ന് പറയുന്ന ഇക്വേഷനാണ്. സോ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, ആ ഇക്വേഷൻ നമ്മുടെ ആൽഫയുടെ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, വി വിൽ ഗെറ്റ് ഇക്വേഷൻ ലൈക്ക് ദിസ്, റൂട്ട് ഓഫ് ഐ മ്യൂ സിഗ്മ. സോ ദിസ് ഈസ് അവർ ഫൈനൽ ഇക്വേഷൻ ഫോർ ദ അറ്റനുവേഷൻ കോൺസ്റ്റന്റ് ഇൻ കേസ് ഓഫ് എ ഗുഡ് കണ്ടക്ടർ. ഓക്കെ, സിമിലർലി നമ്മൾ ബീറ്റയുടെ കേസ്, സോ ബീറ്റയും ആൽഫ ഇക്വേഷൻ വളരെ സെയിം ആണ്. അതിനകത്തും ഒരു +1 -1ന്റെ ഒരു വ്യത്യാസമുള്ളൂ ലാസ്റ്റ് ടേമിൽ. ഓക്കെ, സോ ആ ഒരു കേസിൽ ഈ 1 നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, ഇറ്റ് വിൽ ബി ലൈക്ക് സിമിലർ ടു ആൽഫ അല്ലേ. സോ അപ്പോൾ ആൽഫയിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നോ അതേപോലെ തന്നെ വരും ബീറ്റയിൽ. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തു, അപ്പോൾ അതിനെ ഇതുപോലെ ഒമേഗയുടെ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് ബീറ്റ സോൾവ് ചെയ്യുമ്പോഴേ നമുക്ക് എന്ത് കിട്ടും, സെയിം ആസ് ആൽഫ. സോ ദിസ് ഈസ് ദ ഫേസ് കോൺസ്റ്റന്റ് ആൻഡ് അറ്റനുവേഷൻ കോൺസ്റ്റന്റ് ഇൻ കേസ് ഓഫ് എ ഗുഡ് കണ്ടക്ടിങ് മീഡിയം. ഓക്കെ, സോ വി നോ ദാറ്റ് ഇതെന്താണ്, ഇൻട്രിൻസിക് ഇമ്പിഡൻസ് ആണ്. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻട്രിൻസിക് ഇമ്പിഡൻസ് നമുക്ക് എങ്ങനെയായിരുന്നു കിട്ടിയത്, റൂട്ട് ഓഫ് മ്യൂ ബൈ എപ്സിലോൺ ഡിവൈഡഡ് ബൈ 1 + സിഗ്മ ബൈ ഒമേഗ എപ്സിലോൺ. ഓക്കെ, സോ ഇവിടെയും നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുന്നു, 1-നെ നെഗ്ലക്ട് ചെയ്യുന്നു, ബിക്കോസ് സിഗ്മ ബൈ ഒമേഗ എപ്സിലോൺ എന്ന് പറയുന്ന ടേം ഇറ്റ് ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ 1. സോ അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ 1 സബ്ട്രാക്ട് ചെയ്താലും ഈ ടേമിന് വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. ഓക്കെ, സോ ദെൻ
we are going to neglect this one. So അങ്ങനെ നമ്മൾ അത് നെഗ്ലെക്റ്റ് ചെയ്ത് സോൾവ് ചെയ്ത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ടേംസിനെ അല്ലെങ്കിൽ ഉള്ള ടേംസിനെയൊക്കെ എലിമിനേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈറ്റ ഇൻട്രിൻസിക് ഇംപിഡൻസ് വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് mu omega by sigma. So this is the intrinsic impedance in case of a good conducting medium. Okay, so ഇനി നമ്മൾ പറയാൻ പോകുന്നത് ലോസ് ടാൻജന്റിന്റെ കേസാണ്. സോ ഹിയർ ലോസ് ടാൻജന്റിന്റെ നമ്മൾ എന്തായിരുന്നു പറഞ്ഞു? ടാൻ തീറ്റ അല്ലെങ്കിൽ ടാൻ 2 തീറ്റ വിൽ ബി ഈക്വൽ ടു സിഗ്മ ബൈ ഒമേഗ എപ്സിലോൺ. ഹിയർ വി നോ ദാറ്റ് സിഗ്മ ബൈ ഒമേഗ എപ്സിലോൺ ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ 1 അല്ലേ? സോ അപ്പം നമ്മൾ ഇതിനെ അപ്രോക്സിമേറ്റ് ചെയ്യുന്നത് സിഗ്മ ബൈ ഒമേഗ എപ്സിലോൺ എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയുമായിട്ടാണ്. Okay, so നമ്മൾ tan 2 theta is equal to sigma by omega epsilon will be equal to infinity ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, സോ ടാനിൻ്റെ ഏത് പവറിനാണ് ഇൻഫിനിറ്റി കിട്ടുക, അല്ലെങ്കിൽ ടാനിൻ്റെ ഏത് ആംഗിളിനാണ് നമുക്ക് ഇൻഫിനിറ്റി കിട്ടുക? ഇറ്റ് ഇസ് tan pi by 2 അല്ലേ? സോ നമ്മൾ ഇവിടെ tan 2 theta will be equal to tan pi by 2 എന്ന് എഴുതി. സോ അപ്പോൾ ഈ രണ്ട് ആംഗിൾസ് സെയിം ആണെന്നില്ല, അപ്പോൾ ഇതിൻ്റെ ആംഗിൾ നമുക്ക് എടുക്കാമല്ലോ 2 theta equal to pi by 2. ഓക്കെ, സോ അതിൽ നിന്ന് നമുക്ക് തീറ്റ എങ്ങനെ എടുക്കാം? ഇറ്റ് ഇസ് ഈക്വൽ ടു പൈ ബൈ 4, ദാറ്റ് ഇസ് ഈക്വൽ ടു പൈ ബൈ 4 എത്രയാണ്? 45 ഡിഗ്രി. സോ ദസ് വി ക്യാൻ സേ ദാറ്റ് ദ ഇലക്ട്രിക് ഫീൽഡ് ലീഡ്സ് മാഗ്നറ്റിക് ഫീൽഡ് ബൈ ആൻ ആംഗിൾ 45 ഡിഗ്രി. ഓക്കെ, സോ ഈ ലോസ് ടാൻജന്റ് നമ്മളെടുത്ത ഇനിഷ്യലി എടുത്ത അസംഷനിൽ നിന്നും ഇൻഫിനിറ്റിയുമായിട്ട് ഇക്വേറ്റ് ചെയ്ത് നമ്മൾ ഗുഡ് കണ്ടക്ടിങ് മീഡിയത്തിൻ്റെ കേസിൽ തീറ്റ എന്താണ്? ലോസ് ആംഗിൾ. എത്രത്തോളം ഗുഡ് കണ്ടക്ടിങ് മീഡിയത്തിൽ എത്രത്തോളം ലോസ് ഉണ്ടാകുന്നു എന്ന് മെഷർ ചെയ്യുന്ന പാരാമീറ്ററാണ് ഈ ലോസ് ആംഗിൾ എന്ന് പറയുന്നത്. സോ വി ഗോട്ട് ലൈക്ക് ദിസ്. സോ ഇനി അടുത്ത് പറയാൻ പോകുന്നത് നമ്മൾ വേവ് വെലോസിറ്റിയാണ്. സോ വേവ് വെലോസിറ്റി ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്ന യു കൊണ്ടാണ്. യു ഇസ് ഈക്വൽ ടു ഒമേഗ ബൈ ബീറ്റ. സോ നമുക്ക് ബീറ്റ ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ വി ആർ ഗോയിങ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഹിയർ. വേവ് വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞ് നമ്മൾ ഇതിനെ ഒന്നും കൂടെ ഒന്ന് ചുരുക്കാൻ പോവാണ്. സോ യു ഇസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ഡെൽറ്റ. ഓക്കെ, സോ അപ്പോൾ ഡെൽറ്റ എന്താണ്? ഡെൽറ്റ ഈസ് നോൺ ആസ് ദ സ്കിൻ ഡെപ്ത് വെയർ ഡെൽറ്റ ഈസ് ഈക്വൽ ടു 1 ബൈ റൂട്ട് ഓഫ് പൈ സിഗ്മ മ്യൂ എഫ്. ഇത് തന്നെയാണ് നമുക്ക് ആൽഫയ്ക്കും കിട്ടിയല്ലേ? സോ അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഡെൽറ്റ ഈക്വൽ ടു 1 ബൈ ആൽഫ എന്ന് എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ 1 ബൈ ആൽഫ അല്ലെങ്കിൽ 1 ബൈ ബീറ്റ, ഇറ്റ് ഡിപ്പെൻസ്. നമ്മുടെ പ്രോബ്ലം ചെയ്യാനൊക്കെ ആവശ്യമായിരുന്ന രീതിയിൽ നമുക്ക് ഇക്വേഷൻസിനെ മോഡിഫൈ ചെയ്തെടുക്കാം. നമ്മൾ പറയാൻ പോകുന്ന പ്രൊപ്പഗേഷൻ ഓഫ് പ്ലെയിൻ വേവ് ഇൻ ഫ്രീ സ്പേസ്. അത് ഒത്തിരി ലെങ്തി ആയിട്ടുള്ള കാര്യമൊന്നുമില്ല, സിമ്പിൾ ആണ്. സോ വി നോ ദാറ്റ് ഇൻ ഫ്രീ സ്പേസ് എപ്സിലോൺ ഈക്വൽ ടു എപ്സിലോൺ 0 എപ്സിലോൺ ആർ. ഇതിനകത്ത് എപ്സിലോൺ ആർ എന്ന് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ആൻഡ് റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത് 1 ആവും. സോ അതിൻ്റെ വാല്യൂസ് എന്ത് വരും നമുക്കറിയാം. സോ എപ്സിലോൺ 0യുടെ വാല്യൂ 8.854 ഇൻറ്റു 10⁻⁻12 ഫാരഡ്സ് പെർ മീറ്റർ. ആൻഡ് മ്യൂ 0യുടെ വാല്യൂ എന്ന് പറയുന്നത് 4π ഇൻറ്റു 10⁻⁷ ഹെൻറി പെർ മീറ്റർ. ഓക്കെ, സോ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് ഫ്രീ സ്പേസ് ആയതുകൊണ്ട് ഫ്രീ സ്പേസിൽ കണ്ടക്ടിവിറ്റി 0 ആണ്, എപ്സിലോൺ ഈക്വൽ ടു എപ്സിലോൺ 0 ആണ്, മ്യൂ ഇസ് ഈക്വൽ ടു മ്യൂ 0 ആണ്. സോ അങ്ങനെ വരുമ്പം ഇതിൻ്റെ വേവ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സെയിം ആസ് ലൈറ്റ്. ഫ്രീ സ്പേസിൽ ഒരു വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ലൈറ്റിൻ്റെ അതേ സ്പീഡിൽ തന്നെയാണ്. ദാറ്റ് ഇസ് യു ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഇനി ഇൻട്രിൻസിക് ഇംപിഡൻസ് എന്ന് പറയുമ്പം ദിസ് ഇസ് എ സ്റ്റാൻഡേർഡ് വാല്യൂ. ഇറ്റ് ഇസ് eta 0 is equal to 120 pi. And wavelength നമുക്കറിയാം ലാംഡ is equal to 2 pi by beta. So ഫ്രീ സ്പേസിൻ്റെ കേസിൽ നമ്മളുടെ എപ്സിലോൺ 0യും എപ്സിലോൺ ആറും ഒക്കെ എപ്സിലോൺ 0യും മ്യൂ 0 ഒക്കെ റെഡ് ആയിട്ട് മാറും. അപ്പോൾ നമ്മുടെ ബീറ്റയുടെ ഇക്വേഷൻ വിൽ ബി ലൈക്ക് ദിസ്. ഒമേഗ is equal to root of മ്യൂ 0 എപ്സിലോൺ 0. Then our wavelength lambda is equal to 2 pi by omega into root of മ്യൂ 0 എപ്സിലോൺ 0. ആൻഡ് അറ്റന്വേഷൻ. സോ നമ്മൾ സിഗ്മ 0 ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടതൊരു കാര്യമാണ്. സോ സിഗ്മ 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അറ്റന്വേഷൻ എന്താവും? 0 ആയിട്ട് മാറും. സോ ദിസ് ആർ ദ സ്പെസിഫിക്കേഷൻസ് ഇൻ കേസ് ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് പ്ലെയിൻ വേവ് ഇൻ ഫ്രീ സ്പേസ്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു പ്രീവിയസ് ക്ലാസ്സുകളിലും ഈ ക്ലാസ്സിലുമായിട്ട് ഡിസ്കസ് ചെയ്തത് പ്രൊപ്പഗേഷൻ ഓഫ് പ്ലെയിൻ വേവ് ഇൻ ഡിഫറെൻറ്റ് മീഡിയംസ് ആയിരുന്നു. സോ നമ്മളങ്ങനെ ഡിഫറെൻറ്റ് മീഡിയംസ് ഓരോന്ന് പറഞ്ഞു. ഒരു ലോസി ഡയലക്ട്രിക്കിൽ അതെങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു, അതിൻ്റെ പാരാമീറ്റേഴ്സ് എന്ത് വരും. ഒരു ലോസ്ലെസ് ഡയലക്ട്രിക്കിൽ അതെങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു, അതിൻ്റെ പാരാമീറ്റേഴ്സ്. പിന്നെ ഒരു ഗുഡ് കണ്ടക്ടറിൻ്റെ കേസിൽ എങ്ങനെ വരും. ദെൻ ഫൈനലി ഫ്രീ സ്പേസ്. സോ അങ്ങനെ 4 മീഡിയത്തിൽ വേവ്സിൻ്റെ പ്രൊപ്പഗേഷനെ പറ്റിയാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ പറഞ്ഞ കാര്യങ്ങൾ
ഒരു നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, പ്ലെയിൻ വേവ് പ്രൊപ്പഗേഷൻ ഇൻ ഗുഡ് കണ്ടക്ടിങ് മീഡിയം ആസ് വെൽ ആസ് ഫ്രീ സ്പേസ് എങ്ങനെയായിരിക്കും എന്നുള്ളത് അതിൻ്റെ പാരാമീറ്റേഴ്സിൻ്റെ ഡെറിവേഷൻ നിങ്ങൾ ചെയ്തു നോക്കുക. So that's all for the day. Thank you. If you have any doubt, you can contact me in my mail ID.